ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് തിരുഹൃദയ മാസം. നമ്മൾക്ക് കുടുംബങ്ങളിൽ തിരുഹൃദയ വണക്കമാസം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുക. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയം, നമ്മെ സ്നേഹിക്കുന്ന ഹൃദയം, നമ്മെ കരുതുന്ന ഹൃദയം. ഈ ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയിലേക്കാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക. സങ്കീർത്തകൻ്റെ പുസ്തകം 46-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം അതിപ്രകാരമാണ് പറയുക: സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. സൈന്യങ്ങളുടെ കർത്താവ്, സൈന്യങ്ങളെ നയിക്കുന്നവൻ, ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. കൂടെയുള്ള ഒരു കർത്താവ് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കർത്താവിലാണ് നമ്മുടെ അഭയം. ശരിക്കും പറഞ്ഞാൽ തിരുഹൃദയത്തിൽ നമ്മൾ ഇപ്രകാരം തന്നെയാണ് അണയുക. കൂടെയുള്ള ദൈവം, ആ ഹൃദയത്തിൽ നമ്മൾ അഭയം കണ്ടെത്തുന്നു. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ നീ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു ഉറപ്പാണ്, ദൈവമാണ് എൻ്റെ അഭയം, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. ഈ പ്രഭാതത്തിൽ നീ നിന്നോട് തന്നെ ഈ വചനം ചേർത്ത് പറയണം, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ അഭയമാണ്. പ്രിയമുള്ള സുഹൃത്തെ, ഈ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട്, അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിറയുവാനായിട്ട് നിനക്ക് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റയ്ക്കല്ല, നീ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം, നീ നയിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം, നിനക്ക് ഈ വ്യക്തിയിൽ ഏറെ താല്പര്യമുണ്ടെന്നുള്ളൊരു ബോധ്യം, ഈ ഒരു ബോധ്യത്തിൽ ഈ സുഹൃത്തിനെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത ക്ലേശങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നീ താങ്ങും തണലുമായിട്ടുണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ വ്യക്തി ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്കല്ല, നീ കൂടെയുണ്ട്, നീ അഭയമായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്താൽ ഈ വ്യക്തിയെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ ഈ ദിവസം സംരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും